ഹൻളല എന്ന് പറയുന്ന സഹാബിയുടെ ചരിത്രം കേൾക്കാത്തവർ ഒരുപക്ഷെ ഈ സദസ്സിൽ ആരും ഉണ്ടാവില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോ സുഹൃത്തുക്കളെ, വല്ലാത്ത ഈമാൻ നിറഞ്ഞു തുളുമ്പുന്നൊരവസ്ഥയാണ്. അവിടുത്തെ സംസാരങ്ങൾ കേൾക്കുമ്പോ, അവിടുന്ന് ഖുർആൻ ഓതി ഉപദേശങ്ങൾ കൊടുക്കുമ്പോ രോമം എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ രോമാഞ്ചമുണ്ടാവുകയാണ്. മാർക്കറ്റിലേക്കും ചന്തയിലേക്കും ഇറങ്ങിയാൽ ഹൻളലക്ക് തോന്നുകയാണ്, ആ ഈമാനിന്റെ ആവേശം എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്, അത്ര കണ്ട് ഈമാനിന്റെ ശക്തി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഹൻളല പറഞ്ഞു, നാഫഖ ഹൻളല, നാഫഖ ഹൻളല, ഹൻളല മുനാഫിഖായി. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻളലയോട് ചോദിക്കുന്ന ചോദ്യം, ഹൻളല നിനക്ക് എന്തു പറ്റിപ്പോയി? അങ്ങനെ പറയാൻ പാടില്ല. അൽ ഈമാൻ, ഈമാൻ എന്ന് പറയുന്ന അവസ്ഥ യസീദു, അത് വർദ്ധിക്കുകയും വയൻഖുസു, അത് കുറയുകയും ചെയ്യുമെന്ന ബാബ് സഹീഹ് മുസ്ലിം മറിച്ചു നോക്കിയാൽ കാണാൻ. ആ വിഷയങ്ങൾ പ്രവാചകന്റെ തിരുനാവിലൂടെ സഹാബത്തിന്റെ മുമ്പിൽ പറയാൻ ഒരു ഹേതുവായിരുന്നു ഹൻളലയുടെ ഈ സംഭവം. ആ ഹൻളല വിവാഹിതനായി. ആദ്യ രാത്രിയിൽ തന്റെ സഹധർമ്മിണിയുമായി സല്ലപിക്കുവാൻ, ആനന്ദിക്കുവാൻ, അള്ളാഹു അനുവദിച്ച സല്ലാപത്തിലേർപ്പെടുവാൻ, തന്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കുവാനുള്ള പുതിയ വസ്ത്രവും കക്ഷത്തിൽ വെച്ച് നടന്നു പോകുന്നത് സഹാബത്ത് കണ്ടിരുന്നു. അന്ന് വൈകിട്ട് സഹാബ കിറാമിന് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുവാനുള്ള ആഹ്വാനമുണ്ടായി. അന്ന് വിവാഹിതനായ ഹൻളലയെ ഈ യുദ്ധക്കളത്തിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്ന് അവിടുന്ന് സഹാബത്തുമായുള്ള കൂടിയാലോചനയിൽ തീരുമാനമെടുത്തു. ഹറാമാണ് എന്നല്ല, ക്ഷണിക്കേണ്ടതില്ല, ഇളവ് കൊടുക്കാം. പക്ഷേ ഹൻളല എന്ന് പറയുന്ന മഹാനായ സഹാബി തന്റെ സഹധർമ്മിണിയുമായി ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ച് മുന്നോട്ടു പോകുമ്പോ യുദ്ധക്കളത്തിലേക്ക് കൂട്ടുകാരന്മാരും പ്രവാചകന്റെ അനുചരന്മാരും സഹാബാ കിറാമും ഒക്കെ പുറപ്പെട്ട വിവരമാണ് ഹൻളല അറിയുന്നത്. ഹൻളല തന്റെ സഹധർമ്മിണിയോട് ആദ്യ രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം സഹധർമ്മിണിയുമായി ഒരുമിച്ച് ജീവിച്ച ഹൻളല സ്ക്രീനപ്പുറമിരിക്കുന്ന സോദരിമാരെ, ഇപ്പുറമിരിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരെ, ഉപ്പമാരെ, ജ്യേഷ്ഠന്മാരെ, അനിയന്മാരെ, സമപ്രായക്കാരെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുവാൻ ഇളവുണ്ട് എന്നറിഞ്ഞിട്ടും സ്വർഗമെന്ന് പറയുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ഭാവനയിൽ കൊണ്ടുവരാനാവാത്ത ആ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഹൻളല തന്റെ സഹധർമ്മിണിയായ പ്രിയപ്പെട്ട പത്നിയോട് പറയുകയാണ്, സ്വർഗമാണോ നമുക്ക് വലുത്, അതല്ല നമ്മുടെ കുടുംബജീവിതമാണോ? സ്വർഗമാണ്. ആ ഭാര്യ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിത്തടത്തിൽ തുരുതുര ഉമ്മ വെച്ച് ഹൻളല യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. ശത്രുക്കൾ എന്റെ കൈയും കാലും വെട്ടി യുദ്ധക്കളത്തിൽ എന്നെ ബാക്കിയാക്കിയാൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ എന്റെ കൂട്ടുകാരന്മാരുടെ സഹായത്തോടെ ഞാൻ തിരിച്ചെത്തും. അല്ല, ശത്രുക്കൾ എന്റെ കടുത്തു തന്നെ വേർപ്പെടുത്തി എന്റെ മരണം യുദ്ധക്കളത്തിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് പരലോകത്ത് വെച്ച് കാണാം, നീ ദുആ ചെയ്യണം. ആദ്യ രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം ഭാര്യയുടെ കൂടെ ചെലവഴിച്ച ഹൻളല റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ട ഒരു നിർബന്ധിത ഘട്ടം വന്ന സമയത്ത് സഹാബത്തിന്റെ കൂടെ ഓടിയെത്തി ആ യുദ്ധക്കളത്തിൽ ഒരു സൊഫിൽ അണിയായി മാറുകയാണ്. ശത്രുക്കളോട് അടരാടി പോരാടി, ശത്രുക്കളോട് അങ്ങേയറ്റത്തെ പോരാട്ടം നടത്തി. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ വാള് കഴുത്തിൽ തട്ടി മൂർച്ചയേറിയ ഭാഗം കഴുത്തിനെ മുറിച്ചു കളഞ്ഞ് തലയറ്റ് ഹൻളല റളിയല്ലാഹു യുദ്ധക്കളത്തിൽ പ്രിയപ്പെട്ടവരെ വീണുപോകുന്നു. ഇനി നടക്കുന്ന രംഗമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ, വിശ്വാസത്തിന്റെ ശക്തി
അത് നമുക്കുള്ള പ്രതീക്ഷ, നമുക്കുള്ള റജാ, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും മാത്രമാണ്. ഹൻളല എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയുടെ യുദ്ധക്കളത്തിൽ നിന്നുള്ള വിടപറയലിന് ശേഷം മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൻളലയുടെ ഭാര്യയെ കണ്ടുമുട്ടുകയാണ്. ഹൻളലയുടെ പ്രിയപ്പെട്ട പത്നിക്ക് പ്രവാചകനോട് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം ഇനി എനിക്ക് ആരുണ്ട് എന്നതല്ല. 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം ഒരുമിച്ച് ജീവിച്ച് ഭർത്താവ് മരണപ്പെട്ടു പോയാൽ നമ്മുടെ നാട്ടിൽ ഭാര്യ ചിന്തിക്കുന്ന ചിന്ത ഇനി എനിക്ക് ആരുണ്ട് എന്നാണ്. പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയ ഭർത്താവിനെ കാത്തിരിക്കുന്നത് പുഴുക്കളും തേളുകളും വണ്ടുകളും പാമ്പുകളും ഒക്കെയാണ്. ആരാരുമില്ലാത്ത കുടിസതയുള്ള പള്ളിപ്പറമ്പിൽ ഏക്കറക്കണക്കിന് സ്ഥലമുണ്ടെങ്കിലും ആരുടെ കബറും വിശാലമാക്കി ഉണ്ടാക്കാറില്ല. 6 അടി താഴ്ചയിൽ ഇടുങ്ങിയ ഒരു കുടി, അതാണ് സത്യത്തിൽ ഖബർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും. ആ കുടിയിലേക്ക് യാത്ര പോയ ഭർത്താവിന് ആരുണ്ട് എന്ന് ചിന്തിക്കുന്നതിലാണ് സത്യത്തിൽ പാരത്രിക ചിന്ത കടന്നുവരുന്നത്. ഹൻളലയുടെ ഭാര്യ പ്രവാചകനെ കാണുമ്പോ ചോദിക്കുന്നത്, നബിയേ, ഇനി എനിക്കാരുണ്ട്? ഇളവ് കിട്ടിയിട്ടും അദ്ദേഹം പോയല്ലോ. ആദ്യ രാത്രിയിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണല്ലോ എന്റെ കൂടെ ചെലവഴിച്ചത്. വലിയ നഷ്ടമായല്ലോ പ്രവാചകരെ എന്നല്ല അവിടുന്ന് പറഞ്ഞത്. ചോദിച്ച ചോദ്യത്തിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ഹൻളലയുടെ ഭാര്യ ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹു അനുവദിച്ച ഒരു ശാരീരിക ഭാര്യ ഭർത്തൃ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിവരമറിഞ്ഞപ്പോ ഒന്നിനും കാത്തിരിക്കാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഓടിപ്പുറപ്പെട്ടതാണ്. വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ചു വൃത്തിയാകാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ, യുദ്ധക്കളത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു വീണ ശുഹദാക്കൾ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹൻളല ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ അള്ളാഹു ശുഹദാക്കളെ വിളിക്കുമ്പോ ഒരു വലിയ ശുദ്ധിക്കാരനായ യുദ്ധക്കളത്തിൽ മരണപ്പെട്ടു വീണതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അള്ളാഹു ആദ്യഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ശുഹദാക്കളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വലിയ ശുദ്ധിക്കാരനായിക്കൊണ്ടാണ് മരിച്ചു വീണത് എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വർഗപ്രവേശനത്തിന് തടസ്സമുണ്ടാകുമോ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കുടുകുട കണ്ണുനീരൊലിച്ചിറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അതായിരുന്നു കാര്യമല്ലേ? ഞങ്ങളൊക്കെ ആശ്ചര്യഭരിതരായിരുന്നു, ഞങ്ങളൊക്കെ ആശ്ചര്യപ്പെട്ടിരുന്നു. കാരണം യുദ്ധക്കളത്തിൽ മരിച്ചു വീണവരുടെ ആരുടെയും ശരീരം നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹൻളലയുടെ ശരീരം മാത്രം നനഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ മാലാഖമാർ ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് ഹൻളല എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരം കഴുകി വൃത്തിയാക്കിയിരുന്നു. ആ യുദ്ധക്കളത്തിൽ മരിച്ച ഒരാളുടെയും ശരീരത്തിൽ മലക്കുകൾ കുളിപ്പിച്ചിട്ടില്ല. എന്നാൽ ഹൻളലയുടെ ശരീരത്തെ മലക്കുകൾ കഴുകി വൃത്തിയാക്കിയിരുന്നു. ഹൻളലയുടെ ബോഡി അവിടുന്ന് എടുത്തു മാറ്റുമ്പോ ശരീരത്തിൽ നിന്ന് വെള്ളം ഒറ്റി ഒറ്റി വീടുന്നുണ്ടായിരുന്നു. അവിടുത്തെ മുടിയും അവിടുത്തെ താടിയും നനഞ്ഞിരുന്നു. അതായിരുന്നു കാര്യമല്ലേ? നീ ധൈര്യത്തോടെ മടങ്ങിക്കോ. ഹൻളലയുടെ ഭാര്യയോട് മുത്തർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ധൈര്യത്തോടെ മടങ്ങിക്കോ. ഹൻളലയെ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ധൈര്യത്തോട് നീ മടങ്ങിക്കോ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൻളലയുടെ ഭാര്യയെ കേൾപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അത് മതി, അൽഹംദുലില്ലാഹ് സുമ്മൽ ഹംദുലില്ലാഹ്, അത് മതി എനിക്ക്, എല്ലാമായി നിറഞ്ഞ മനസ്സുമായി ഹൻളലയുടെ ഭാര്യ മടങ്ങുകയാണ്. ആ സമാധാനം എവിടെ നിന്ന് കിട്ടി സുഹൃത്തുക്കളെ? ഭർത്താവ് മരണപ്പെട്ടു എന്നതിൽ നിന്ന് മാറ്റമില്ല. ഭർത്താവിന്റെ കഴുത്തിന് ശത്രുക്കൾ വെട്ടി എന്നതിന് മാറ്റമില്ല. ഭർത്താവ് യുദ്ധക്കളത്തിൽ മരിച്ചു വീണു എന്നതിലും യാതൊരു മാറ്റവുമില്ല. ഈ ലോകത്ത് വെച്ച് ഭർത്താവിനെ കാണുകയില്ല എന്നുറപ്പാണ്. പിന്നെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്ന ആ ഹൻളലയുടെ പ്രിയപ്പെട്ട പത്നിയുടെ നാവിൻ തുമ്പിലൂടെ പുറത്തു വരാനുള്ള കാരണം എന്താണ്? ആ കാരണമാണ് വരാനിരിക്കുന്ന അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ
ഒരിക്കലും നിർവചിക്കാനാവാത്ത ആ സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മാലാഖമാർ വന്ന് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഹൃദയത്തിൽ നിന്നറിയാതെ പുറത്തു വരുന്ന വാക്കാണ് അൽഹംദുലില്ലാ. സമാധാനം നിർഗളിക്കുന്ന വാക്ക്, സമാധാനം പുറത്തേക്ക് തെറിച്ചുവിടുന്ന വാക്ക്. ഇത് മതിയെനിക്ക്, ഇത് കേട്ടാൽ മതിയെനിക്ക് എന്ന് പറയാൻ ഈമാൻ നൽകുന്ന ഒരു തോക്കത്ത്, അതാണ് സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയത്.